ഹായ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കവിൾ തുടുക്കാൻ വേണ്ടി, കവിളിൻ്റെ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി ഒരു 40-50 വയസ്സെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ കവിളിനെല്ലാം പ്രശ്നം വരും. അപ്പോൾ അത് കുറച്ച് റെഡിയാവാൻ വേണ്ടി, നല്ല സൗന്ദര്യം വരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മുടെ വായിൽ മാക്സിമം എത്ര കൊള്ളും അത്രയും നിറച്ച് വെക്കണം. ഇങ്ങനെ കവിള് അങ്ങനെ ആവുന്ന വിധത്തിൽ വെക്കണം. അത് 1 മണിക്കൂറാണ് സമയം. പക്ഷെ ഞാൻ 2 മണിക്കൂറോളം വെച്ചു. എല്ലാ ദിവസവും വെക്കും, കറക്റ്റ് ടൈമിൽ വെക്കും. 2 മണിക്കൂർ വെക്കും. അപ്പോൾ രാവിലെ നോക്കുമ്പോൾ എൻ്റെ കവിൾ കുറച്ചൊക്കെ ഇങ്ങനെ തുടുത്ത് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ദിവസങ്ങളോളം ചെയ്തുകൊണ്ടേയിരുന്നു. ചെറിയൊരു ജലദോഷം വന്നു. അതിന് ശേഷം ജലദോഷം വന്നത് ഞാൻ നോക്കിയില്ല. ഞാൻ എൻ്റെ ഡ്യൂട്ടി തുടർന്നുകൊണ്ടേയിരുന്നു. കാരണം എൻ്റെ കവിൾ നല്ല സൗന്ദര്യം വരണം. അപ്പോൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. എനിക്ക് ജലദോഷം കുറച്ച് കൂടി, കഫക്കെട്ടായി, ചെറിയൊരു പനിയും ഉണ്ട്. പക്ഷേ ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല. ഞാൻ ദിവസവും രാത്രി വെള്ളം ഇങ്ങനെ വായിൽ നിറച്ച് വെക്കും. ഇത് നടന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. പനി കുറച്ച് കൂടി. പനി ഭയങ്കരമായി കൂടിയപ്പോൾ എനിക്ക് പിന്നെ ഇത് ചെയ്യാൻ പറ്റിയില്ല രാത്രി. അപ്പോൾ എൻ്റെ പിറ്റേന്ന് നോക്കുമ്പോൾ എൻ്റെ കവിളെല്ലാം കുറച്ചൊന്ന് ചെറുതായതുപോലെ തോന്നി എനിക്ക്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പനി കൂടി, കഫക്കെട്ട് കൂടി. നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അഡ്മിറ്റാക്കിയത്. ഡോക്ടർമാർക്കൊന്നും സംഭവം മനസ്സിലാകുന്നില്ല എന്താണെന്നുള്ളത്. എനിക്ക് അവസാനം ശ്വാസതടസ്സം വന്നു. 4-5 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി, പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവർ ന്യൂമോണിയ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ന്യൂമോണിയക്കുള്ള ചികിത്സ എടുത്തു. 2 ആഴ്ച ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റായി. അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ കവിളെല്ലാം ആകെ ഒരൊട്ടിയ അവസ്ഥയിൽ മെലിഞ്ഞ് ആകെ വല്ലാത്തൊരു കോലത്തിലാണ് ഞാൻ വീട്ടിലേക്ക് മടങ്ങി വന്നത്. അപ്പോൾ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചിലതെല്ലാം വളരെ മോശം അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ടിപ്സൊന്നും ചെയ്യാണ്ട് നിൽക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.